Hi friends, welcome back to Neha Food Stories. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രീൻ ചിക്കൻ കറി മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളി ഗ്രീൻ കളറിലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി ഇരിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ പുതിയ റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓയിലിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറിയിലോട്ട് സവാള വഴറ്റിയിട്ടൊക്കെയാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല കേട്ടോ, സവാള ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറിയിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് വേണം, 1/4 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തൈരും കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. അപ്പൊ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. പിന്നെ നമ്മൾ ഇതിലോട്ട് തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ പുളിക്കും കൂടി വേണ്ടിയിട്ടാണ് തൈര് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള മാരിനേഷൻ ഒക്കെ ചെയ്യാൻ. അപ്പൊ അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഒരു ഗ്രീൻ മസാല റെഡിയാക്കാം. അപ്പൊ അതിന് വേണ്ടി 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് മല്ലിയിലയാണ്. അപ്പൊ മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നല്ല ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയിലൊക്കെ നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മിന്റ് ലീവ്സ് ആണ്, പുതിനയില. അപ്പൊ ഞാനിവിടെ 1 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് പുതിനയില നോക്കി എടുക്കുക, എന്നാലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. പിന്നെ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ സവാള അരച്ചിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി വേണ്ടത് കാഷ്യൂനട്ട് ആണ്. അപ്പൊ ഞാനിവിടെ 12 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് അരക്കാനുള്ള വെള്ളം കൂടി ചേർക്കാം. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ഗ്രീൻ മസാല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ആദ്യം മാരിനേറ്റ് ചെയ്തത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ ഗ്രീൻ മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നല്ല ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യാമറയിൽ നല്ല ഗ്രീൻ കളർ അല്ല കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ക്യാമറയുടെ പ്രശ്നമാണ്. ശരിക്കും നല്ല ഗ്രീൻ കളറിൽ തന്നെയാണ് നമ്മുടെ ചിക്കൻ കറി ഇരിക്കുന്നത്. അപ്പൊ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രീൻ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യണം കേട്ടോ. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താലാണ് നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ മസാല ചിക്കനും ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ രാത്രിയൊക്കെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ചിക്കനിലോട്ട് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറാണ് ഇരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിനി ഇതിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ കറിയിലോട്ട്. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി ഇവിടെ നന്നായി തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കളർ ഇപ്പോ ക്യാമറയിൽ മഞ്ഞ കളറായിട്ടാണ് കാണുന്നതെങ്കിൽ ശരിക്കും ഇത് നല്ല ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പൊ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് കുക്കായി വരും. അപ്പൊ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ കറിയൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ ഗ്രേവി വറ്റിച്ചെടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ കറി വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രീൻ മസാല ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അതുപോലെ നെയ്ച്ചോറിന്റെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഒരു സ്പെഷ്യൽ വെറൈറ്റി റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ എന്നും ഒരുപോലെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.